ഹായ് ഫ്രണ്ട്സ്, ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പോർട്രേറ്റിൻ്റെ വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇതിൻ്റെ ഷോർട്സ് മുമ്പേ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യൻ ആസ്ട്രോനറ്റ് ശുഭാൻഷു ശുക്ലയുടെ പോർട്രേറ്റാണ്. ഏറ്റവും മുമ്പേ നമ്മൾ ഏത് പോർട്രേറ്റ് ചെയ്താലും ആ ഒരു ഹെയർ തൊട്ടുള്ള ഔട്ട്ലൈൻ ഇട്ടിട്ട് വേണം താഴോട്ട് കൊണ്ടെത്തിക്കാനായിട്ട്. ആദ്യമേ ഹെയർ ആയിരിക്കണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ ഹെയറും നെറ്റിത്തടവും തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അത് ഔട്ട്ലൈൻ ഇടണം. അതിനുശേഷം ആ ഒരു ഐബ്രോ, അതിനുശേഷം കണ്ണ്, ഇത് രണ്ടിടത്തും ഓരോ ലൈൻ ഇട്ടിട്ട് കറക്റ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം ആ നോസ്, അത് കഴിഞ്ഞിട്ട് ചുണ്ട്, ഇത് മൂന്നെണ്ണവും കറക്റ്റ് ആക്കിയിട്ട് വേണം ബാക്കിയുള്ള ബാലൻസ് എല്ലാം നമ്മൾ ചെയ്തെടുത്ത് വരാനായിട്ട്. അപ്പോൾ അത് നമുക്ക് ഓരോന്നോരോന്ന് ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ ചെയ്തു. പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ചെയ്തുകൊണ്ടിരിക്കും തോറും നമ്മൾ പോലും അറിയില്ല ആ ഒരു കറക്റ്റ് വേ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനൊരു ടെൻഡൻസി നമ്മളിൽ തന്നെ ഉണ്ടായി വരും. അതുകൊണ്ട് പോർട്രേറ്റ് ആര് പ്രാക്ടീസ് ചെയ്താലും ഞാൻ പറയാനുള്ളത് ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. എൻ്റെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സബ്ജക്റ്റാണ് പോർട്രേറ്റും. അതുപോലെ തന്നെയാണ് ക്രാഫ്റ്റ് ഐറ്റംസ്. പോർട്രേറ്റ് എന്നെ ഒരുപാട് ആകർഷിച്ച ഒരു ഐറ്റം, ഒരു ആർട്ട് തന്നെയാണ്. ആദ്യമൊക്കെ എനിക്കും എല്ലാവരും കണക്കും വളരെ ബുദ്ധിമുട്ടായിട്ടായിരുന്നു ഞാൻ പോർട്രേറ്റ് തുടങ്ങിക്കഴിഞ്ഞത്. പക്ഷേ തുടങ്ങി വന്ന് നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു പിക്ചറിലോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ ഒരു വ്യത്യാസങ്ങൾ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു ഔട്ട്ലൈൻ ഇട്ട് കഴിഞ്ഞ് കുറച്ച് സമയം നമ്മളൊന്ന് എണീറ്റ് മാറിയാലേ അതിൻ്റെ ഒരു ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ആ ഷെയ്ഡിങ് നമുക്ക് വേണമെങ്കിൽ ഷെയ്ഡ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ കളർ കൊണ്ട് ഫില്ല് ചെയ്താൽ മതി. എളുപ്പമായിട്ട് തോന്നാൻ ആ ഷെയ്ഡ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്ററായിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി അതിൽ അക്ലി കളറാണ് ഞാൻ നോക്കിയത്. ഓയിൽ പെയിൻറ്റിങ് കഴിഞ്ഞ് എനിക്ക് ബെസ്റ്റായിട്ട് തോന്നിയത് അക്ലി കളർ തന്നെയാണ്. നല്ല സോഫ്റ്റ് ആൻഡ് എന്താ പറയുന്നത്, നല്ലൊരു സ്മൂത്ത്നെസ് ഉണ്ട് ഈ ഒരു അക്ലി കളർ നമ്മളിട്ട്. അത് പ്രാക്ടീസ്, ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ടുള്ളൊരു ഷെയ്ഡ് പഠിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അക്ലി കളറിന് ബെസ്റ്റ് കളറുമാണ്. അത് ഒരു കാരണവശാലും നമ്മൾ ഓയിൽ പെയിൻറ്റിൻ്റെ കണക്ക് തന്നെയാണ്. അത് നല്ല ദൃഢമായിട്ടുള്ളൊരു കളറിങ് മെത്തേഡ് തന്നെയാണ്. ഇതുപോലെ നമ്മൾ ആദ്യമേ ആ ഒരു ബോഡി കളറിങ്ങിൻ്റെ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡിങ് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ആദ്യമേ നമ്മൾ ആ ബോഡിയുടെ കളർ ഫസ്റ്റ്ലി വാഷ് എന്ന് പറഞ്ഞാൽ നമ്മളത് കുറച്ച് വെള്ളത്തോടെ വെച്ച് വേണം അത് മുകൾ ഭാഗം തൊട്ട് താഴെ വരെ എവിടെയൊക്കെയാണോ ബോഡി ഉള്ള ഭാഗം അവിടെ എല്ലാം നമ്മൾ ആദ്യമേ ഒന്ന് വാഷ് ചെയ്തെടുക്കുക, ഒന്ന് കഴുകിയെടുക്കുക. എന്ന് വെച്ചാൽ നമ്മൾ ക്ലോത്ത് വാഷ് ചെയ്യുന്ന കണക്കല്ല, പക്ഷേ മുകളിൽ നിന്ന് കുറച്ച് വെള്ളത്തോടെ വെച്ചിട്ട് വീതിയുള്ള ബ്രഷ് കൊണ്ട് ഏറ്റവും ടോപ്പ് ഭാഗം തൊട്ട് പതുക്കെ താഴോട്ട് ആ കളറിങ് പതുക്കെ താഴോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ കളർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൂടെ വീണ്ടും ആ ബ്രഷ് ഇട്ട് ഉരസാതെ ശ്രദ്ധിക്കുകയാണ് വേണ്ടുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ കളർ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലോട്ട് വീണ്ടും ബ്രഷ് ചെയ്യരുത്. അതെല്ലാം ഉണങ്ങിയതിന് ശേഷം മാത്രം ഒന്നും കൂടി നമുക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തെടുത്തതാണ്. അതിനുശേഷം നമുക്ക് ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ നമ്മൾ ഡാർക്ക് ആൻഡ് ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ആ ഷെയ്ഡും കൂടി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പം എവിടെയൊക്കെയാണ് നമുക്ക് ഷെയ്ഡ് കൊടുക്കുക, ആദ്യമേ നമ്മൾ ആ ബോഡി കളറിട്ട് വാഷ് ചെയ്തെടുത്ത് അതിനുശേഷം എവിടെയൊക്കെയാണോ ഡാർക്ക് വരുന്നത്, എവിടെയൊക്കെയാണോ ലൈറ്റ് വരുന്നത്, ഏതൊക്കെ ഭാഗത്താണോ കവിളെങ്ങനെ ഉന്തിയിരിക്കുന്നതാണെങ്കിൽ ആ ഉന്തിയ ഭാഗം ലാസ്റ്റ് കുറച്ച് വൈറ്റ് ഇട്ട് ഷെയ്ഡ് ഇട്ടെടുക്കുക. അതിൻ്റെ അടിഭാഗം കുറച്ച് ഡാർക്ക് ഇട്ട് ഷെയ്ഡ് ഇട്ട് ലയിച്ച് തന്നെ എടുക്കേണ്ടി വരും. കവിളുകൾ നല്ല തുടുത്ത കവിളാക്കി എടുക്കണമെങ്കിൽ കുറച്ച് ലയിപ്പിച്ചെടുത്താലേ ആ നല്ല തുടുത്ത കവിളായിട്ട് തോന്നത്തക്ക വിധത്തിൽ ആവത്തുള്ളൂ. അല്ലെങ്കിൽ ഫ്ലാറ്റായിട്ടുള്ള കവിളുകൾ കൊണ്ട് അത് നമ്മൾ വെറുതെ ഷെയ്ഡ് ഇട്ടിഞ്ഞ് പോയാൽ മാത്രം മതി. അപ്പോൾ ഉയർന്നു വരുന്ന ഭാഗങ്ങളിലെല്ലാം നമ്മൾ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇട്ട് ലയിപ്പിച്ച് തന്നെ വന്നാൽ അത് ഒരു ബോൾ പോലെയോ അല്ലെങ്കിൽ നല്ല ഉരുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന കണക്ക് തോന്നത്തുള്ളൂ. ആദ്യമേ ഡാർക്ക് ഇട്ട് ഷെയ്ഡ് ഇട്ടതിന് ശേഷം ആ ഒരു ലൈറ്റ് വീഴുന്ന ഭാഗത്ത് ലാസ്റ്റ് കുറച്ച് പ്യുവർ വൈറ്റ് ചെറിയ 0 ബ്രഷിലെടുത്തൊരു ടിപ്പായിട്ട് ഇട്ടിട്ട് അത് ഒന്ന് ചെറുതായിട്ട് നമ്മളൊന്ന്
അതിനെ ഒന്ന് ലയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ക്ലിയറൻസ് നല്ല ചേർന്ന് ആ ബോഡി കളറോടുകൂടി ചേർന്ന് അങ്ങ് ഇരിക്കുക. അപ്പം നല്ല ഉന്തിയിരിക്കുന്നതായിട്ട് തന്നെ തോന്നും. ഇപ്പം മൂക്കിൻ്റെയൊക്കെ അറ്റത്ത് നമ്മൾ അവസാനം അങ്ങനെ ചെയ്യുന്നത്, ഷെയ്ഡൊക്കെ ആദ്യമേ ഇടും, എന്നിട്ട് ഏറ്റവും മൂക്കിൻ്റെ സ്പോട്ടിൽ നമ്മളിങ്ങനെ ഉന്തിയിരിക്കുന്ന നല്ല തുടുത്ത മൂക്കിൻ്റെ അറ്റോ അല്ലെങ്കിൽ കവിളിൻ്റെ അറ്റോ അല്ലെങ്കിൽ താടിയുടെ ഭാഗമൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയാണ് ലാസ്റ്റ് ആ ഒരു കളറിട്ട് ഷെയ്ഡിട്ട് ആ മൂക്കിനെ ഉന്തി എടുത്തതിന് ശേഷം കുറച്ച് വൈറ്റ് എടുത്ത് ആ ഒരു ഏറ്റവും എൻഡിലുള്ള സ്പോട്ടിൽ നമ്മൾ ചെറുതായിട്ടൊന്ന് തൊട്ടിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മാത്രം, ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് ഉന്തിയിരിക്കുന്നതായിട്ട് തന്നെ തോന്നും. അതുപോലെ തന്നെ എല്ലായിടവും ഷെയ്ഡിങ് എന്ന് പറയുന്നത് നമ്മൾ ബേസിക്കലി വെറുതെയെങ്കിലും ഡാർക്കിൽ നിന്ന് ലൈറ്റിലോട്ടൊന്ന് ഷെയ്ഡ് ചെയ്ത് പഠിച്ചാൽ, ആ ഷെയ്ഡിങ് മാത്രം പഠിച്ചാൽ മതി. നമുക്ക് ഏത് പോർട്രേറ്റ് എന്നല്ല, ഏത് സബ്ജക്റ്റും, സീനറീസ് ആയാലും ഏത് സബ്ജക്റ്റ് നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ ഷെയ്ഡ് ഇടാൻ പഠിക്കും. അപ്പം ഇതിനിപ്പം ഇതിൽ ഒരുപാട് ഷെയ്ഡിങ് കുറച്ചുള്ളൊരു പോർട്രേറ്റാണ്. പക്ഷേ നമ്മളതും ശ്രദ്ധിച്ച് നമ്മൾ ആ ഫേസ് എങ്ങനെയാണ്, അതായത് ചുണ്ട് എങ്ങനെയാണ്, ഓരോന്നും വളരെ സസൂക്ഷ്മം തന്നെ ശ്രദ്ധിച്ച് ചെയ്യുന്നതാണ് ഈ പോർട്രേറ്റ് എന്നുള്ളത്. നെറ്റിത്തടത്തിൽ എത്ര ഷെയ്ഡുകൾ ഉണ്ടെന്ന് ആദ്യം നോക്കണം. അതുപോലെ ആ കണ്ണിൻ്റെ ഭാഗത്തും ആ കണ്ണ് കുഴിഞ്ഞിരിക്കത്തക്ക വിധത്തിൽ ഡാർക്ക് ഷെയ്ഡ് ലാസ്റ്റ് ആയിരിക്കണം. ആ കണ്ണ് കുഴിഞ്ഞിരിക്കത്ത ഭാഗത്തിൽ ഡാർക്ക് ഷെയ്ഡ് നമ്മൾ ഇടുന്നത്. ഇതിപ്പം ഹെയറിന് നമ്മൾ ബ്രൗൺ കളർ പ്ലസ് ഒക്കർ കളറിട്ട് ഷെയ്ഡിട്ട് നമുക്ക് ഏത് കളർ ഒരു ലൈറ്റ് അടിക്കത്തക്ക വിധത്തിലുള്ള ഭാഗത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇനി ഡാർക്ക് കളറിട്ട് അതിനെ കുറച്ചും കൂടി ഒന്ന് പെർഫെക്റ്റ് ആക്കി എടുക്കുകയാണ്. ബ്ലാക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ലാസ്റ്റിൽ നമ്മൾ വൈറ്റ് പ്ലസ് ബ്ലാക്ക് ഇട്ടിട്ട് അതിൻ്റെ ഏറ്റവും മുകളിൽ അത് 0 പോയിൻ്റ് ബ്രഷ് വെച്ചാണ് ആ ഒരു ഷെയ്ഡിങ് കൊടുക്കുന്ന. കണ്ടില്ലേ, ഏറ്റവും മുകളിൽ ആ 0 പോയിൻ്റ് ബ്രഷ് വെച്ചാണ്. അപ്പോൾ ആ ഒരു ലൈറ്റ് വീഴുന്നതായിട്ടുള്ളൊരു ഇത് നമുക്ക് ഒരു കറക്റ്റിൽ നമുക്കത് വ്യക്തമായിട്ട് കാണാൻ പറ്റും ആ ഷെയ്ഡിങ്. ആ ചുണ്ടിൻ്റെ ഇതിപ്പം ഞാൻ ആദ്യമേ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ചുണ്ടിൻ്റെ ഭാഗം അത്രയും കറക്റ്റാക്കി കഴിഞ്ഞാൽ പിന്നെ അതിലോട്ട് നമ്മൾ അത്രയും എഫേർട്ട് എടുക്കണം. ചുണ്ടിൽ എവിടെയൊക്കെയാണോ ഷെയ്ഡ്, എവിടെയൊക്കെയാണോ ലൈറ്റ്, എവിടെയൊക്കെയാണോ ഡാർക്ക് വരുന്ന ഭാഗത്ത് അതേപോലെ നമ്മൾ പോർട്രേറ്റ് എന്ന് പറയുന്നത് പ്രിൻ്റ് ചെയ്യുന്ന ഒരെണ്ണം അതേപോലെ അച്ചടിച്ചെടുക്കുന്നതാണ് പോർട്രേറ്റ് എന്ന് പറയുന്നത്. അതിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നാൽ പോലും നമുക്ക് സ്പഷ്ടമായിട്ട് അത് അറിയാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് പോർട്രേറ്റ് പ്രാക്ടീസ് ചെയ്യുന്നത് ബെസ്റ്റായിരിക്കും. അത് സൂപ്പർബാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. അത് ഒരു ഫീലിംഗ് അറിയണമെങ്കിൽ അതെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മളത് അവിടെ വെച്ച് കുറച്ച് നേരം ഒന്ന് മാറി നോക്കുമ്പോഴായിരിക്കും ആ ഒരു എഫക്റ്റ് നമുക്ക്, അല്ലെങ്കിൽ മറ്റുള്ളവരാരെങ്കിലും ഇത് കണ്ട് മനസ്സിലാക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി നമുക്കൊരു സന്തോഷം തോന്നുന്നത്. അതാണ് ഒരു പോർട്രേറ്റിൻ്റെ ഇതായിട്ടുള്ളൊരു ഇതെന്ന് പറയുന്നത്. നമുക്ക് ഒരുപാട് ഇതുപോലെ നമുക്ക് ഓരോന്നും നമ്മൾ പോർട്രേറ്റിലോട്ട് കുട്ടികളെയും കൂടി അവർക്ക് പേരൻസിനെയൊക്കെ ഫോട്ടോ കൊടുത്ത് അവരെ വരപ്പിച്ച് എടുക്കാവുന്നതേ ഉള്ളൂ.